സിംഗപ്പൂരിലെ ഐക്കോണിക് ഐറ്റമായ സിംഗപ്പൂർ ഫ്ലയർ എന്ന ഈ ആകാശ ഊഞ്ഞാൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നപ്പോഴാണ് അന്ന് നാഷണൽ ഡേ പരേഡിൻ്റെ റിഹേഴ്സൽസ് ഉണ്ടെന്നറിഞ്ഞത്. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് 15-നാണെങ്കിൽ സിംഗപ്പൂർ നാഷണൽ ഡേ ഓഗസ്റ്റ് 9-നാണ്. ഇത്തവണ ആഘോഷങ്ങളൊക്കെ മാസങ്ങൾക്ക് മുന്നേ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. എയർഫോഴ്സിൻ്റെയും നേവിയുടെയും ഒക്കെ ഷോസ് ഉണ്ട്. ഗംഭീര ഷോ ആയിരുന്നു. ഇവിടുത്തെ ഫയർ വർക്ക് സൂപ്പറാണ്. അത് ഫ്ലയറിൻ്റെ മുകളിൽ നിന്ന് കണ്ടാൽ പൊളിക്കുമല്ലേ. അങ്ങനെ ഞങ്ങൾ മെയിൻ വെടിക്കെട്ട് നടക്കുമ്പോൾ മുകളിൽ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഫ്ലയറിൽ കയറി. 30 മിനിറ്റ് എടുക്കും ഫുൾ കറങ്ങി വരാൻ. മുകളിൽ നിന്ന് സിംഗപ്പൂർ സ്കൈ ലൈൻ ആഡംബരമായിട്ട് തന്നെ കാണാം. എല്ലാം നല്ലതായിരുന്നു. പക്ഷെ നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാടി. ഏറ്റവും മുകളിൽ എത്തുന്നതിന് മുന്നേ ഫയർ വർക്ക്സ് പൊട്ടി. മെയിൻ വ്യൂ പ്രതീക്ഷിച്ചിട്ട് കമ്പികളുടെ ഇടയിലൂടെ കാണേണ്ടി വന്നു. പിന്നെ നമ്മുടെ വിഷമം മാറ്റാൻ എന്ന പോലെ മുകളിലെത്തിയപ്പോൾ ബാക്കിയിരുന്ന 1-2 എടുത്ത് പൊട്ടിച്ചെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ വിടില്ലല്ലോ. ആ പാളൽ മാറ്റാനായി അടുത്ത ആഴ്ചയുള്ള റിഹേഴ്സലിന് ഞങ്ങൾ വീണ്ടും പോയി. ഇത്തവണ മറീന ബേ സാൻഡ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാനാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ 2 മണിക്കൂർ മുമ്പേ ചെന്നെങ്കിലും അതിനും മുൻപേ ആളുകൾ വന്ന് ഇവിടെ ആകെ നിറഞ്ഞിരിക്കുന്നു. ഈ കാണുന്ന 3 ടവറുകളുടെ മുകളിൽ ഒരു ഷിപ്പ് പണിത് വെച്ചേക്കുന്നതാണ് ദ ലക്ഷൂറിയസ് മറീന ബേ സാൻഡ്സ്. ഒരു ഹോട്ടലാണ് കേട്ടോ. വെറും 50,000 രൂപയൊക്കെ ഏറ്റവും കുറഞ്ഞ മുറിക്കുള്ളൂ. നല്ല തിരക്കായിരുന്നു. എങ്കിലും വന്നത് മുതലായി. ബാക്കി ഞാൻ പറയുന്നില്ല, കാണിച്ചു തരാം.